എന്തെങ്കിലും ഒരു ക്യാരക്ടർ ഇത് വരുമ്പം ഇനിയിപ്പം ഏതാണ് സിനിമ അടുത്തേതാ? ഞാനൊന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. വരുന്നുണ്ട്, ഒരുപാട് സ്റ്റോറീസ് വരുന്നുണ്ട്. എനിക്കിപ്പം ഇപ്പോഴത്തെ എൻ്റെ ഒരു അവസ്ഥ എനിക്ക് ഇവരുടെ സെറ്റ് മാറി വേറൊന്നും ആലോചിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ആ കഥയും കൊണ്ട് വരുമ്പോൾ ഞാൻ പറയോ ഇവരെന്നെ ഉണ്ടായിരുന്നെങ്കിൽ. കാര്യമുണ്ട്, ഇനിയിപ്പോ വിനീതിന്റെ ഒരു പടം വരണമെങ്കിൽ ഒരുപാട് നാളെടുക്കും. ഞാൻ വിനീതേട്ടനെ ഇടയ്ക്ക് വിളിക്കുമ്പോ അല്ലെങ്കിൽ കാണുമ്പോൾ വിനീതേട്ടാ പടത്തിൽ നമുക്കൊരു ചാൻസ്. എന്താണ് എന്റെ ദൈവമേ ഞാനേ ആലോചിച്ചിട്ടിരിക്കുന്നത്. നായികയായിട്ടുള്ള മഞ്ജിമ വിനീതേട്ടനോട് ചാൻസ് ചോദിക്കുന്നു. അപ്പൊ നമ്മുടെയൊക്കെ അവസ്ഥ ചുമ്മാ തമാശക്ക് പറയുന്നതാണ്. വിനീതേട്ടനോട് വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് അറിവ് കിട്ടുന്ന ഒരു കാര്യമാണ്. പുള്ളിയുടെ ഞാൻ ജിക്ക് ഞാൻ പറയില്ല, പക്ഷെ ഭയങ്കര നോളജ് ആണ്. എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഒരുപാട് അറിവുള്ള ഒരു വ്യക്തിയാണ്. എല്ലാ കാര്യങ്ങളും മീൻസ് സിനിമയുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ എല്ലാ സിനിമകളെ കുറിച്ച് എല്ലാം അറിയാം. അതെനിക്കൊന്ന് വിനീതേട്ടനും ദിവസം രണ്ടുപേരും എന്ത് സിനിമ ഇറങ്ങിയാലും പോയി കാണുന്ന ആൾക്കാരാണ്. സിനിമ ഏതായാലും വളരെ കഷ്ടപ്പെട്ട് ഇറക്കുന്നതാണല്ലോ. എന്നാൽ എന്തുകൊണ്ട് ഓടിയില്ല, എന്തുകൊണ്ട് ഓടിയെന്ന് അറിയാൻ താല്പര്യമുള്ള ആൾക്കാരാണ്. അതായത് ഞാൻ ഇവർ സംസാരിക്കുമ്പോൾ എനിക്കത് അങ്ങനെ പലപ്പോഴും തോന്നി. മറ്റ് താരങ്ങൾ ആരൊക്കെയാണ് ഇതിലുണ്ട്? സുഖങ്ങളുണ്ട്, പി ക്യാമറാമാൻ, എന്റെ അച്ഛനായിട്ടാണ് അപ്പം ഒറിജിനൽ ലൈഫിൽ വിപിൻ മോഹൻ, ഇതിന്റെ അകത്ത് സുഖങ്ങള്. പിന്നെ പാർവതി ആന്റി ഉണ്ട്, ശ്രീലക്ഷ്മി ആന്റി ഉണ്ട്, കുറെ വർഷങ്ങൾക്ക് ശേഷം സിനിമ ചെയ്യുന്നത്. പിന്നെ വിജയരാഘവങ്ങളുണ്ട്, മെയിൻ ആയിട്ട് പിന്നെ ശ്രാവൺ, മലർവാടിയിലുള്ള ആൾക്കാരുണ്ട്, ഭാഗത്തുണ്ട്. പെട്ടെന്ന് ആലോചിക്കുമ്പോൾ ആ മലർവാടിയിലുള്ള ഒരു ഇത് എല്ലാവരും ഉണ്ടെന്നാണ് പറയാം. ഈ ഒരു സിനിമ എന്റെ കഥ ആരാണ് ഫസ്റ്റ് അപ്രോച്ച്? വിനീതാണോ വന്നത്? എനിക്ക് ശരിക്കും അങ്ങനെ ഓർമ്മയില്ല. എനിക്ക് പ്രേതേട്ടനാണ് അച്ഛനടുത്ത് പറയുന്നത്, വിനീതേട്ടൻ എന്നോട് പറഞ്ഞത്. കഥ പറയുന്നത് വിനീതേട്ടനാണ്. ആണോ? കഥ കേൾക്കാനുള്ള ഒരു മൂടി തന്നെ ഇരുന്ന കഥ കേട്ടെ, അതോ വിനീതിന്റെ സിനിമയാണ്, നിവിൻ പോളി, അജു എല്ലാവരും ഉണ്ട്, അപ്പൊ പിന്നെ ഓക്കെ എന്നുള്ള രീതിയിലാണ്? ആദ്യം കേട്ടപ്പോൾ ഞാൻ അച്ഛൻ ചെയ്യാണ്, ഇനിയിപ്പോ കഥ കേട്ടാൽ മതി. കാരണം വിനീതേട്ടനെ പോലെ ഒരാൾ സ്ക്രിപ്റ്റ് എഴുതി അത് നീ ചെയ്യോ എന്ന് ചോദിക്കുമ്പോ അത് പിന്നെ എങ്ങനെ നമ്മൾ വേണ്ടെന്ന് പറയാം, എന്താണെങ്കിലും ചെയ്യാന്നുള്ള. കാരണം യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് തിളങ്ങി നിൽക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ പിന്നെ എനിക്ക് കുഞ്ഞുനാളോട്ട് അറിയാൻ പറ്റും. അപ്പം എനിക്ക് ഉറപ്പായിരുന്നു നല്ലൊരു ക്യാരക്ടർ ആയിരിക്കും. ഇത്രയൊക്കെ പറഞ്ഞില്ലേ, വിനീത് എത്ര പടം ഡയറക്റ്റ് ചെയ്തായിരുന്നു? മലർവാടി, തട്ടത്തിൽ മരത്തിൽ, തിര, ഇല്ലല്ല മൂന്ന് നിൽക്കാൻ ഞാനിത് വടക്കൻ സെൽവി പറയാൻ പോയത് എന്നെ കൊന്നേനെ. മൂന്നെണ്ണം. ഇതിൽ എത്ര കണ്ടിട്ടുണ്ട്? ഞാൻ മലർവാടി എനിക്ക് കാണാൻ പറ്റിയില്ല, പക്ഷെ തിരയും തട്ടത്തിൽ മരത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. തിര ഞാൻ 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ട് ആക്ച്വലി. ഇല്ലെങ്കിൽ ഇതിൽ ഒന്നും കണ്ടില്ല, ഇവിടുന്ന് ഓടിച്ചു വിടാനായിരുന്നു എന്റെ പൊന്നു ആലോചിച്ചത്. മലർവാടി ഞാൻ പക്ഷെ നീ കണ്ടിട്ടില്ല, ഇല്ല, എന്നിട്ട് സിനിമയിൽ അവരേക്ക് ഇറങ്ങിയിരിക്കും. അതാണ്. ഇപ്പം എന്താണ് പഠിച്ചോണ്ടിരിക്കുന്നത്? ഡിഗ്രി കഴിഞ്ഞു. ഇനിയിപ്പോ എന്താണ് പ്ലാൻ? സിനിമയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക അതോ? ഇപ്പൊ ഞാൻ വിചാരിച്ചു സിനിമയിലേക്ക് ഇറങ്ങിയ സ്ഥിതിക്ക് കുറച്ചുനാൾ ഇവിടെ അങ്ങ് നിക്കാന്ന്. പഠിത്തം മാറ്റി വെച്ചോ? പഠിത്തം മാറ്റി വെച്ചെന്ന് പറയാം. ഞാനിപ്പം ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ നോക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ഉറപ്പാണ് എന്നെ കൊണ്ട് രണ്ടും കൂടെ ബാലൻസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പം ഒരുപാട് തിരക്ക് ഉള്ള സമയമാണ്, അപ്പൊ അത് ആ സമയം ഒന്ന് എൻജോയ് ചെയ്യാം. നമുക്കൊരു 10-40 വയസ്സായാലും ചെയ്യാലോ, നമുക്ക് എന്തായാലും വേറെ പണിയൊന്നും ഉണ്ടാവില്ല ആ സമയത്ത്, അപ്പൊ പഠിക്കാലോ. ഏത് തരം സിനിമകളോടാണ് താല്പര്യം കൂടുതൽ? എനിക്ക് അങ്ങനെ ഒരു ജോണർ പറയാൻ ബുദ്ധിമുട്ട്, പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ NH10 പോലത്തെ സിനിമകൾ എനിക്ക് ഇഷ്ടമാണ്. ഫീമെയിൽ ഓറിയന്റഡ് എന്ന് പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് എടുത്ത് കയ്യിലോട്ട് തന്നു ഞാൻ ചെയ്യും. ഉറപ്പാണ്. എങ്ങനത്തെ എനിക്ക് അഭിനയിക്കാൻ പറ്റണം, കുറെ എനിക്ക് അഭിനയിക്കാൻ പെർഫോം ചെയ്യാൻ പറ്റണം. ഇതിനകത്ത് അഭിനയിച്ചു തകർത്തടിച്ച് അതിപ്പോ ജനങ്ങൾ പറയണം, ഞാൻ തകർത്തോന്ന് ജനങ്ങൾ പറയണം, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റിയ സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഇതിനകത്ത്? ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സംഭവങ്ങളായിരുന്നു. അതവർ നേരത്തെ പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അവരൊരു വിശ്വാസമാണ് എനിക്ക് തന്നെ. ഒരു ഓഡിഷൻ ഒന്നും വെച്ചിട്ടില്ല. അവർ പറഞ്ഞു ഇതാണ് ക്യാരക്ടർ, നമുക്ക് ചെയ്യാം, ഇത് നീ അഭിനയിക്കാൻ വേണ്ടി അഭിനയിക്കേണ്ട, ബിഹേവ് ചെയ്താൽ മതി എന്ന് എൻ്റെ ആദ്യമേ പറഞ്ഞത്. ഞാനിരുന്ന് ആലോചിക്കും ഈ ബിഹേവ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അതെ അതെ ഞാൻ വേറെടുത്ത് പറഞ്ഞു വേണോ ഈ ബിഹേവ് എന്നൊക്കെ പറയുമ്പോൾ. പ്രേതേട്ടനൊക്കെ ആയാലും ഭയങ്കര കോൺഫിഡൻസ് തരുമായിരുന്നു നമുക്ക്, ഇതൊക്കെ എന്തിരിക്കുന്നു എന്നൊക്കെ പറയും. നമ്മളൊക്കെ ചിലപ്പം ഈസി ആയിരിക്കും, ഈസി അല്ല പക്ഷെ കുറച്ച് സ്ട്രെയിൻ എടുത്ത് ചെയ്തിട്ടുണ്ട്. മലയാളത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള നടനാണ്? വേണോ? എനിക്ക് അറിയണം. ലിസ്റ്റ് ഒന്നും ഞങ്ങൾക്ക് വേണ്ട, ഒരു കൂട്ടം ലിസ്റ്റ് ഒന്നും ഞങ്ങൾക്ക് വേണ്ട, ഒരേ ഒരു പേര്. നടനല്ലേ? നടൻ. അച്ഛന്റെ പേര് പറയണ്ട. ഒടുവിലുണ്ട് കൃഷ്ണൻ. പക്ഷെ പുള്ളി എനിക്ക് ഭയങ്കര റെസ്പെക്ട് ആണ്, സേഫ് ആണല്ലോ. അതുകൊണ്ട് എന്താ പുള്ളി ഒരു എവർഗ്രീൻ. ഇപ്പൊ ജീവിച്ചിരിക്കുന്ന സിനിമയിലുള്ളവർ ഏറ്റവും ഇഷ്ടമുള്ള നടൻ? തീർച്ചയായിട്ടും മോഹൻലാൽ സാർ, മമ്മൂട്ടി സാർ, ഇതൊക്കെ നല്ല ഇഷ്ടമാണ്. ഓക്കെ, ആരുടെ കൂട്ടത്തിലാണ് അടുത്തൊരു പ്രോജക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളുടെ പേര്?
ഷാറുഖ് ഖാന്റെ കൂടെ ഞാൻ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പം ചിലപ്പോ നടക്കും ഇതൊക്കെ കഴിഞ്ഞ ഒരു 2 വർഷം കഴിഞ്ഞ് ചിലപ്പോൾ പറഞ്ഞ് ഹിന്ദിയിലൊക്കെ പോകണം 5 years ഒന്നും വേണ്ട 2 വർഷത്തിനുള്ളിൽ സംഭവിക്കണം അതാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ ഇത് ഞാൻ ചോദിച്ച നെക്സ്റ്റ് ആണ് ഞാൻ ഇഷ്ടമാണ്. അടുത്ത പടം നിവിൻ പോളിയോട് കൂടെ തന്നെ ചെയ്യാനുള്ളത്. ഞാൻ ചോദിച്ചത് എനിക്കിപ്പം എന്നോടിപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, സെബാനെ നിനക്ക് ആരുടെ കൂടെയാണ് ചെയ്യാൻ ഇഷ്ടം? ഞാൻ ഒറ്റ ഒക്കെ പറയുള്ളൂ, പെൺകുട്ടികൾ ആക്ട്രസ് അല്ലെങ്കിൽ ആക്ടറാണ് ചോദിക്കുന്നതെങ്കിൽ ലാലേട്ടൻ്റെ കൂടെ ഒരു സീനെങ്കിലും ചെയ്തിട്ട് മരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതാണ് സത്യം, അതെൻ്റെ ആഗ്രഹം. പക്ഷെ ഒരു നായിക എന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കണം, മഞ്ജുമയ്ക്ക് എന്താണ്? എനിക്ക് തീർച്ചയായിട്ടും ഇപ്പം യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ കത്തി നിൽക്കുന്ന 3 ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഫഹദും ദുൽഖറും. യങ്സ്റ്ററും വേണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല. പക്ഷെ എനിക്ക് ഇച്ചിരി നിർബന്ധമുണ്ടല്ലോ, എനിക്ക് അഭിനയിക്കാൻ ഷോ അങ്ങനെ കുഴപ്പമില്ലല്ലോ. ഇതാണല്ലോ ഞങ്ങളുടെ ജോലി. ദുൽഖറിനോട് ചെയ്യണം ആഗ്രഹമുണ്ട്. അത്രയും പെട്ടെന്ന് സഫലമാവട്ടെ. ഇനിയിപ്പോ പ്രോജക്റ്റുകളൊന്നും എടുക്കുന്നില്ലെന്നാണോ? എല്ലാം നോക്കി വരും. കഥ കേൾക്കുന്നുണ്ട്. ചിലതെല്ലാം ഇങ്ങനെ വച്ചിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ തിരക്ക് കഴിഞ്ഞിട്ട് അതിലേക്ക് ഇനി എന്താണ് കൂടുതലായിട്ട് വടക്കൻ സെൽഫിയെ പറ്റി പറയാനുള്ളത്? വടക്കൻ സെൽഫി ഫാമിലി ആയിട്ടും യങ്സ്റ്റേഴ്സിനായാലും ശരി കുട്ടികൾക്കായാലും ശരി പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അതിൽ അങ്ങനെ ഒരു ഇന്ന ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് പോകാൻ പറ്റുമെന്നുള്ളത് ഇപ്പൊ തീർച്ചയായിട്ടും ആ സോങ്ങും ട്രെയിലർ കാണുമ്പോൾ യങ്സ്റ്റേഴ്സിനാണ് കൂടുതൽ ഹൈപ്പ്. പക്ഷെ എന്നാലും ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റും. കാരണം ഇതൊരു മോറൽ മെസ്സേജ് ഉണ്ട്. വേറെ അതിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ചിലപ്പോൾ കഥയാവും. കാരണം ഞാനാണ് പറയുന്നത്. അവിടെ എനിക്ക് നേരത്തെ ഇൻസ്ട്രക്ഷൻ ഉണ്ട്, അതൊന്നും പറഞ്ഞില്ലെങ്കിലും വേണ്ട, വായടച്ചിരുന്നാൽ മതി. ഞാൻ വായടച്ചില്ല. എന്തെങ്കിലുമൊക്കെ പറയാനുള്ള അനുവാദം കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും കഥ മൊത്തത്തിലൂടെ പറഞ്ഞേനെ. അത് വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാല് വിനീതിന്റെ പടമല്ലേ. അതെ, അപ്പൊ ആ വിശ്വാസത്തിൽ നിങ്ങൾക്ക് ധൈര്യം. അതാണ് കാരണം വിനീതിന്റെ പടത്തിന് ഒരു ഗ്യാരണ്ടി ഉണ്ട്, 100 ദിവസത്തെ ഒരു ഗ്യാരണ്ടി. അത് ഈ പടത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, ഇല്ലേ മഞ്ജുമ? അല്ലേ? ഒറ്റ ചോദ്യം, എന്നാണ് അടുത്ത? ഇപ്പം ചെറുപ്പത്തില് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരിക്കും അവാർഡ് 2 മേടിച്ചു എന്ന് പറഞ്ഞു. എന്നാണ് ഇനി വലിയ ആർട്ടിസ്റ്റിന് അവാർഡ് മേടിക്കാൻ വേണ്ടി പോകുന്നത്? അതൊക്കെ ദൈവത്തിന്റെ. ഞാനിപ്പോ തീർച്ചയായിട്ടും ആഗ്രഹമില്ലേ ഒരു നാഷണൽ അവാർഡ്? ആർക്കും ആഗ്രഹമില്ല, വെറുതെ പോകുന്ന ആൾക്കാർക്ക് വരെ ചിലപ്പോ ആഗ്രഹം. നാഷണൽ അവാർഡ് കിട്ടണമെന്നൊക്കെ അതൊക്കെ ഒരു ആഗ്രഹമാണ്. ആഗ്രഹിക്കുന്നതിനും സ്വപ്നം കാണുന്നതിനും നമുക്ക് കുഴപ്പമില്ലല്ലോ. കാശൊന്നും കൊടുക്കണം, ആരും ബുദ്ധിമുട്ടിക്കുന്നില്ല, നമ്മൾ സ്വന്തമായിട്ട് കാണുന്നതായിരുന്നു. തീർച്ചയായിട്ടും. പക്ഷെ അങ്ങനത്തെ റോൾസ് കിട്ടണം, അത് നമുക്ക് ചെയ്യാൻ പറ്റണം. അതിന് നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പൊ അതിനൊക്കെ എഫേർട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകണം. പക്ഷെ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ ഞാൻ വെയിറ്റ് ചെയ്യണം. എന്തായാലും അങ്ങനത്തെ ഒരു ക്യാരക്ടർ മഞ്ജുമയ്ക്ക് കിട്ടട്ടെ. പ്രേക്ഷകരോട് എന്തെങ്കിലും ആയിട്ട് പറയാനുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞു, ഇനിയും പറഞ്ഞു അവരെ ബോറെടുത്ത് ഒന്നുമില്ല. അപ്പൊ പ്രേക്ഷകരോട് മഞ്ജുമയ്ക്ക് ഇത്രേ പറയാനുള്ളൂ, നിങ്ങൾ എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണണം, തിയേറ്ററിൽ പോയി തന്നെ കാണണം. അത് പറയണ്ടേ? അപ്പോൾ മഞ്ജുമ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. കുറച്ച് സമയം ഞങ്ങളോട് ചെലവഴിച്ചതിന് നന്ദി. പടം വലിയൊരു ഹിറ്റ് ആവട്ടെ, മലയാളത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ. ഓക്കെ, മലയാളത്തിൽ മാത്രമല്ല പറക്കണം എന്ന് ആഗ്രഹമുണ്ടോ അന്യഭാഷകളിലേക്കൊക്കെ? അല്ല, കാരണം എന്ന് വെച്ചാല് ഇവിടെ 2-3 പടം ഹിറ്റ് ആയി കഴിഞ്ഞാൽ നേരെ ഒറ്റ ചാട്ടമാണ് മാർഗം അപ്പുറത്തെയാണ്. എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ ഷാറുഖ് ഖാന്റെ കൂട്ടത്തിലൊക്കെ നായികയായിട്ട് അഭിനയിക്കട്ടെ. എങ്കിലും മലയാളത്തെ വിട്ടുപോകാതെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവണം. ഓക്കെ, എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നന്ദി. ഓക്കെ, മഞ്ജുമയുടെ വിശേഷങ്ങളെല്ലാം നിങ്ങൾ കേട്ട് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഇപ്പോൾ ഇരുന്ന് സംസാരിച്ചത് ചായ കോഫിയിലാണ്, പാലാരിവട്ടത്തുള്ള ചായ കോഫീൻ്റെ ഒരു ഡിസൈൻസ് ഒക്കെ ഉണ്ടല്ലോ, പുറകിൽ കുറേ പിക്ചേഴ്സും ടീഷർട്ടൊക്കെ ഉണ്ട്. നിങ്ങൾ വിചാരിച്ചാലും ഞാൻ ഇതിലും വേറെ തുണിക്കടയിലൊന്നും വിചാരിച്ചാലും അല്ല, നമ്മുടെ ചായ കോഫീൻ്റെ ഒരു ഡിസൈനാണിത്. അപ്പം മഞ്ജുമയുടെ വിശേഷങ്ങൾ കേട്ടു. വടക്കൻ സെൽഫി എന്തായാലും എല്ലാവിധ സപ്പോർട്ടും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. തിയേറ്ററിൽ പോയി തന്നെ, മഞ്ജുമ പറഞ്ഞാലും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണണം. അപ്പം അടുത്ത ആഴ്ച നമുക്ക് വേറൊരു സുന്ദരിയുമായിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും ഗുഡ് ബൈ.